കൂലി സിനിമയുടെ 11 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് എസ്റ്റിമേറ്റഡ് കണക്കുകൾ വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 132 കോടി, തെലുങ്ക് സ്റ്റേറ്റുകളിൽ നിന്നും 65 കോടി, കർണാടകയിൽ നിന്നും 38 കോടി 50 ലക്ഷം, കേരളത്തിൽ നിന്നും 24 കോടി 50 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 42 കോടി, ഓവർസീസിൽ നിന്നും 173 കോടി. അങ്ങനെ സിനിമയുടെ 11 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 475 കോടിയാണ്. കോളിവുഡിലെ ഏറ്റവും വലിയ ഹയസ്റ്റ് ഗ്രോസ് കളക്ഷൻ വേൾഡ് വൈഡിൽ നേടിയ സിനിമകളിൽ 5-ാം സ്ഥാനത്താണ് കൂലി സിനിമ ഉള്ളത്. കൂലി സിനിമ വലിയ രീതിയിലുള്ള കളക്ഷനൊന്നും ഇപ്പോൾ നേടുന്നില്ല. ഇനി 500 കോടിയിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ടച്ച് ചെയ്യുമോ എന്നറിയില്ല. ഇനി അങ്ങനെ ടച്ച് ചെയ്താലും കൂലി സിനിമ വലിയൊരു വിജയമായിട്ട് മാറില്ല. കാരണം തിയേറ്ററിക്കൽ റൈറ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിലും ബജറ്റ് വൈസ് നോക്കുകയാണെങ്കിലും കൂലി സിനിമ ലോകേഷ് കനകരാജിൻ്റെ ഡയറക്ടോറിയൽ കരിയറിലെ ആദ്യ ഫ്ലോപ്പായിട്ട് മാറിയിരിക്കുകയാണ്. അതിൽ യാതൊരുവിധ സംശയം വേണ്ട. അദ്ദേഹത്തിൻ്റെ വീക്കായിട്ടുള്ള സ്ക്രിപ്റ്റ് കൊണ്ട് തന്നെയാണ് കൂലി സിനിമയെ ഇത്തരത്തിലൊരു പരാജയത്തിലേക്ക് എത്തിച്ചത്. പ്രണവ് മോഹൻലാലിൻ്റെ പുതിയ ചിത്രമായ DSEറയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ബ്രഹ്മയുഗം കോംബോ വീണ്ടും ഒന്നിക്കുന്ന ചിത്രമെന്ന പ്രത്യേകത കൂടിയുണ്ട് DSEറയ്ക്ക്. വളരെ പ്രോമിസിംഗ് ആയുള്ളൊരു ടീസർ തന്നെയാണ് വന്നിട്ടുള്ളത്. പ്രണവ് മോഹൻലാലിൻ്റെ ഡയലോഗ് ഡെലിവറി ആയാലും അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങും ടീസറിലെ ഹൊറർ എലമെൻസൊക്കെ സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മികച്ച ഹൊറർ ചിത്രമാവുന്നുള്ള പ്രതീക്ഷ തരുന്നുണ്ട്. എന്തായാലും ഹാലോവിൻ ഡേക്കാണ് സിനിമ റിലീസിനെത്തുന്നത്.